സുധാ ദിലീപ് കുമാർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 14-ാം ഡിവിഷനിൽ നിന്നാണ്. 66-ാം ഡിവിഷനായിരുന്ന എറണാകുളം സെൻട്രൽ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായിട്ടാണ് 14-ാം ഡിവിഷനായത്. കോവിഡ് മഹാമാരിയുടെ സമയത്തുള്ള പ്രവർത്തനങ്ങളും വയോജനങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികളും റോഡ്, കാന വികസന പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് പ്രചാരണം. വിജയിച്ചു വന്നാൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ നഗരസഭയ്ക്ക് നൽകിയിട്ടുള്ള വെൽനസ് സെൻറ്ററുകളാണ്. ഇപ്പോൾ 76 ഡിവിഷനിൽ ഇപ്പോൾ 38 ഡിവിഷനിലാണ് വെൽനസ് സെൻറ്ററുകൾ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ തന്നെ ജയിച്ചു വന്നുള്ള ആദ്യപടി എന്ന രീതിയിൽ ഒരു വെൽനസ് സെൻറ്റർ ഈ ഡിവിഷനിൽ തുടങ്ങി വെച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ചികിത്സ നൽകുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിലൊരു കാർഡിന് അർഹരല്ല എന്നുള്ള രീതിയിൽ നമ്മൾ മുതിർന്ന പൗരന്മാർക്ക് ഒരു ചികിത്സ നിഷേധിക്കുന്നത്. ഇതിൽ നമ്മുടെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക പോലും 5 വർഷം മുമ്പ് ഈ പദ്ധതി തുടർന്ന് വന്നപ്പോൾ തന്നെ അവിടുത്തെ സർക്കാർ 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും തന്നെ ഇൻഷുറൻസ് കാർഡ് എടുക്കുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ധാരാളം വയോജനങ്ങൾ ഈ കാർഡ് എന്തെങ്കിലും ഈ ചികിത്സാ സൗകര്യം ലഭിക്കും എന്ന ഒരു വിശ്വാസത്തിൽ പാവപ്പെട്ട ആളുകൾ ഈ കാർഡ് എടുത്തിട്ടുണ്ട്. ഈ കാർഡുമായിട്ട് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിലും മറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ചികിത്സ നിഷേധിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഈ അവസ്ഥ മാറണമെങ്കിൽ എനിക്ക് പറയാനുള്ളത് സത്യമായിട്ടും ഇവിടെ കേരളത്തിൽ BJP സർക്കാർ വന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. LDF സർക്കാർ ഇത് BJP സർക്കാർ നടത്തുന്ന ഒരു നല്ല പ്രവർത്തനം ആണ്. അതിന്മേൽ നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ BJPക്ക് മേൽക്കൈ വരും എന്ന് തികച്ചും ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ സാധാരണക്കാർക്കുള്ള ഈ ചികിത്സാ സഹായം നിഷേധിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ അടിസ്ഥാനപരമായിട്ടെന്ന് പറഞ്ഞാൽ ഈ ഭാഗം മുഴുവൻ നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി വഴി നമ്മൾ ഇവിടെ എല്ലാ റോഡുകളും BMBC നിലവാരത്തിൽ പണിതു, നമ്മുടെ ഫുട്പാത്തുകൾ പണിതു. അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും നടപ്പിലാക്കിയ ഒരു ഡിവിഷനാണിത്. ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്ന വെള്ളക്കെട്ട്, അതും നമുക്ക് ഒരു പരിധിവരെയൊക്കെ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് സാധാരണ ഒരു മഴ പെയ്താൽ നമ്മുടെ ഡിവിഷനിൽ പലയിടത്തും വെള്ളം പൊങ്ങുന്നത് ഈ മഴക്കാലത്ത് ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ കാനകൾ പണിത് സ്ലാബിട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിവിടെ. ഇനിയിപ്പോൾ ഇവിടെ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് ഇനി കുറച്ച് ഇടവഴികൾ മാത്രമേ ഉള്ളൂ. ബാക്കി അടിസ്ഥാന സൗകര്യ വികസനങ്ങളെല്ലാം ഈ ഡിവിഷനിൽ ചെയ്തിട്ടുണ്ട്.